അനൂപ്, ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് എന്താണ്? എല്ലാ സാധ്യമായിട്ടുള്ള ഇടപെടലുകളും എല്ലാ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും നടത്തുകയാണ്. അവിടെ കേന്ദ്ര സർക്കാരിന്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റ് ഡിപ്ലോമാറ്റിക് ചാനലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപെടലാണല്ലോ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കേന്ദ്ര സർക്കാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തുടക്കം മുതൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള എംപിമാർ പലതവണ പാർലമെന്റിൽ ഉൾപ്പെടെ ഈ ചോദ്യം ചോദിച്ചതുമാണ്. അപ്പോഴൊക്കെ കേന്ദ്രം നൽകിയ മറുപടി കുടുംബത്തിന് വേണ്ട സഹായം കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് എന്നതായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ വധശിക്ഷ നടപ്പാക്കുന്ന തീയതി മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം പറയുന്ന കാര്യം, ഈ നിമിഷപ്രിയയുടെ കുടുംബത്തിന്, ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ്, അതിനുള്ളൊരു സാഹചര്യം ഒരുക്കലാണ് കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്. ഇപ്പോൾ വധശിക്ഷ നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ അവർ അവിടെയുള്ള യമനിലുള്ള ജയിൽ ഉദ്യോഗസ്ഥരുമായും ഒപ്പം തന്നെ പ്രോസിക്യൂട്ടറുമായിട്ടുമെല്ലാം നിരന്തരം സംസാരിച്ചിരുന്നു. ആ സംസാരത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീയതി, നാളെ വധശിക്ഷ നടപ്പിലാക്കുന്നതിൽ നിന്ന് ഒരു മാറ്റമുണ്ടാവുകയും തീയതി നീട്ടിവെക്കുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോയത്. ഇനിയിപ്പോൾ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബവുമായി, കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി ഒരു ചർച്ചയാണ് ഇനി വേണ്ടത്. ആ ചർച്ചയിലേക്ക് ഇരു കുടുംബങ്ങളെയും എത്തിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. അതിനു വേണ്ടിയുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതല്ലാതെ ഇവിടെ നിന്നൊരു ഉദ്യോഗസ്ഥൻ നേരിട്ട് അവിടേക്ക് പോയി ഇടപെടാൻ കഴിയുന്ന സാഹചര്യം യമനിലില്ല. അതനുസരിച്ച് തന്നെ സാധ്യമായ വഴികളിലൂടെ ഒക്കെ തന്നെ ഇടപെടൽ നടത്താനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം എന്നറിയുന്നു.